ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പാനിപൂരിയുടെ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തായിരുന്നു. അതുപോലെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, ഇത് ചില്ലി ചിക്കൻ ആണ് കേട്ടോ. ഇത് റെഡി ടു ഈറ്റ് ചില്ലി ചിക്കൻ ആണ്. നമ്മുടെ ഈ നേരത്തെ ഒരു ജപ്പാൻ ടെക്നോളജി ഉണ്ടായിരുന്നു നമ്മുടെ സദ്യയുടെയൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ച് എത്ര നാൾ വെച്ചിരുന്നാലും ചീത്തയാവാത്ത രീതിയിലുള്ള അതുപോലെയുള്ള ഒരു റെഡി ടു ഈറ്റ് ചില്ലി ചിക്കൻ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അലൂമിനിയം ഫോയിൽ പോലെയുള്ള ഒരു ഇതിനകത്താണ് ചിക്കനും ആ കറിയുടെ ആ സംഭവം ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ സംഭവം. പിന്നെ ഇത് കൂടാതെ ഇതിനുള്ള ഒരു ഇൻസ്ട്രക്ഷനും അവരുടെ ഈ ടേസ്റ്റി നിബിൾസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആ സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇടുക. എന്നിട്ട് ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെ. എന്നിട്ട് ഈ പാക്ക് തുറന്ന് നമ്മൾ വിളമ്പിയാൽ മതി. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല തിളയ്ക്കുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഇതൊരു നമ്മൾ 2 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ടൈം. 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് ക്വാണ്ടിറ്റി വളരെ കുറവാട്ടോ. നമുക്ക് 220 റുപ്പീസിന് ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും ക്വാണ്ടിറ്റി കുറവാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ എനിക്കിതിൻ്റെ ഗ്രേവി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പീസസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതൊരുമാതിരി ഉണക്കി മീനിടില്ലേ അച്ചാർ, അതുപോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറേ നാൾ വെച്ചേക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ഇത് ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്യാൻ കൊള്ളാം, കുഴപ്പമില്ല. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. താങ്ക് യു.